ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേർക്ക് എപ്പോഴും ഡ്രൈവിങ്ങിൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, ഒരു വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ അപകടങ്ങൾ വരുമോ, വാഹനം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന രീതി ശരിയായിട്ടുള്ള ഒരു രീതിയാണോ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടെങ്കിൽ പോലും റോഡിൽ വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയാതെ വരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് അപകടമില്ലാതെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന രീതികൾ കറക്റ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിലുണ്ടെങ്കിൽ അത് വികസിപ്പിച്ചെടുക്കുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയും അപകടമില്ലാതെ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക്, വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാനായിട്ട് കഴിയുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഒപ്പം തന്നെ വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വാഹനം പഠിക്കുന്നവർക്ക് ഒരു വണ്ടി റോഡിൽ ഓടിക്കുന്ന സമയത്ത് അപകടമില്ലാതെ വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചെങ്കിലേ നമുക്കൊരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അതുപോലെ തന്നെ പേടി, അതുപോലെ തന്നെ വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ നമുക്ക് മാറി വാഹനം റോഡിൽ നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് അപകടമില്ലാതെ എങ്ങനെ വാഹനം ഓടിക്കാം, അതിന് ചില മാർഗ്ഗങ്ങളുണ്ട്, ചില സ്റ്റെപ്പുകളുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഞാനത് നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ വാഹനം കിടക്കുന്നത് റോഡിൻ്റെ ഇടതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ വണ്ടി വലത് സൈഡ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അപകടമില്ലാതെ വണ്ടി എടുക്കാനായിട്ടുള്ള സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സാധാ മെത്തേഡ്, ബ്രേക്കിലേക്ക് ആദ്യം കാല് വരിക, ക്ലച്ച് ചവിട്ടുക, വണ്ടിയുടെ കീ ഓൺ ആക്കുക, വാഹനം നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ആയാൽ ഉടൻ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും. ഇനി നിങ്ങൾ ഇവിടെ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത് സൈഡിൽ നിന്ന് വലത്തേ സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നീങ്ങുന്നതിനനുസരിച്ച് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, ആക്സിലറേഷൻ ചിലപ്പോൾ ചവിട്ടി പിടിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും, റോഡിൻ്റെ വലത്തേ സൈഡിലേക്ക് പോകുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധയോടെ അപകടമില്ലാതെ എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു റൗണ്ട് വലത്തേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കണം. മനസ്സിലായി? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് വലത്തേ സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തന്നെ കാലെടുക്കാം. കാരണം ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല വണ്ടി എടുക്കുന്ന സമയത്ത്. ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് എത്തുക. മനസ്സിലായി? എന്നിട്ട് ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി എടുക്കുക. വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, റൈറ്റ് മിറർ നോക്കുക, സെൻറ്റർ മിറർ നോക്കുക, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് അയച്ചിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇവിടെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ സ്റ്റിയറിംഗ് തിരിക്കേണ്ട ആവശ്യം വന്നില്ല. എന്നിട്ട് വണ്ടി മൂവായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേഷൻ കൊടുക്കരുത്. മെല്ലെ സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി റോഡിൻ്റെ ഇടത് ആക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മളുടെ വാഹനം റോഡിൻ്റെ ഇടതാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാഹനം ഇതുപോലെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി വാഹനം സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പിന്നീട് ആക്സിലറേഷൻ കൊടുക്കാവുള്ളൂ. ഓൾറെഡി നമ്മൾ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു റണ്ണിങ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസോടെ വണ്ടി ഇടത് ചേർന്ന് എടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും പിടികിട്ടിയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗിയർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫ് ആകാൻ പാടില്ല. അപ്പോൾ അതിന് നിങ്ങൾ ബിഗിനർ ചെയ്യേണ്ട കാര്യം അതേപടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഒരു ബിഗിനർ ഓടിക്കുന്ന മെത്തേഡിൽ തന്നെയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഫസ്റ്റ് കൊടുത്ത് ഇങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് നിങ്ങൾ കാലെടുക്കരുത്. ക്ലച്ച് റിലീസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചേക്കുക, കാലെടുക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം, സെക്കൻഡും കൂടെ കൊടുത്തിട്ടേ കാലെടുക്കാവുള്ളൂ. അപ്പോൾ സെക്കൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിവറിലേക്ക് നോക്കിയല്ല സെക്കൻഡ് കൊടുക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്റ്റിയറിംഗ് വീല് രണ്ട് കൈകളെ ഇതുപോലെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു കൈ ഇവിടെ പിടിക്കുക. ഇവിടെ പിടിച്ച് വാഹനത്തെ ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വണ്ടിക്ക് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകുക, ക്ലച്ച് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ചേർത്ത് കൈ പിടിച്ചെടുക്കുക. മനസ്സിലായോ? എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ലിവറിലേക്ക് നോട്ടം പോകാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ തെറ്റാതെ ഇടാനായിട്ട് കഴിയും.
ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കൈ ബാലൻസ് ചെയ്ത് ഗിയർ ഇടുമ്പോൾ തെറ്റതുമില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെഫ്റ്റ് ഗിയറിന് വണ്ടി പോകാം. അപ്പോൾ വണ്ടി റോഡിൻ്റെ നടുക്കോട്ട് പോകുമോ അല്ലെങ്കിൽ വെളിയിലേക്ക് പോകുമോ എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് ഒരു കാരണവശാലും വേണ്ട. വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത തേർഡ് ഗിയർ കൊടുക്കുന്ന എപ്പോഴാണ്? അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണ് തേർഡും ഫോർത്തും കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെയും നമ്മൾ സ്റ്റിയറിങ്ങിനാണ് ആദ്യം പ്രാധാന്യം നൽകേണ്ടത്, അല്ലാതെ ഗിയർ വലിച്ചിടുക എന്നുള്ളതല്ല. നിങ്ങളിത് കൃത്യമായിട്ട് ഓർക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. അതായത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇത് ഇങ്ങനെ വാഹനം പോകുന്നു. സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകി എൻ്റെ വണ്ടി ഇടതാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തും. മനസ്സിലായോ? അതിന് സ്റ്റിയറിംഗ് ഇത് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി എൻ്റെ നോട്ടം റോഡിൻ്റെ ഇടതാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ക്ലച്ച് പിടിച്ച് തേർഡ് ഇടുമ്പോൾ ഇങ്ങനെ കൈ പിടിക്കണം. സെക്കൻഡിൽ നിന്ന് ഇതേ ഇങ്ങനെ കൈ പിടിച്ച് ന്യൂട്രലിലേക്ക് വരുന്നു, മേളിലേക്ക് ഇടുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടാം. അപ്പം നമ്മുടെ നോട്ടം റോഡിലായതുകൊണ്ട് എന്ത് ചെയ്യും? വണ്ടി നമ്മുടെ ഇവിടെ കിട്ടുകയും ചെയ്യും. ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തുമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് ഇതേ പോകാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തേർഡിലൊക്കെ വരുമ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യകത ഡ്രൈവിങ്ങിൽ ഒരുപാടുണ്ട്. കാരണം തേർഡ് ഗിയറിൽ വരുമ്പോൾ വാഹനത്തിന് സ്വാഭാവികമായിട്ട് സ്പീഡ് കൂടും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? സ്പീഡ് കുറയ്ക്കാനായിട്ട് നിങ്ങളുടെ കാല് ബ്രേക്ക് പെഡലിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും റൈറ്റ് മിറർ നോക്കണം. കാരണം ഇതുപോലെയുള്ള വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇനി നിങ്ങളുടെ വണ്ടി എപ്പോൾ തീർത്തും സ്ലോ ആയെന്ന് തോന്നുന്നു അപ്പോഴേ ക്ലച്ചും ബ്രേക്കും ചവിട്ടുക, വാഹനത്തെ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? തീർത്തും സ്ലോ ആയ സിറ്റുവേഷനിൽ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? വാഹനം നിങ്ങൾ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമെന്ന് പറയുന്നത് വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് പല ആൾക്കാർക്കും ഒരു ഐഡിയ കിട്ടത്തില്ല. ചിലപ്പോൾ വണ്ടി ഓഫായി പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തെ ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിൽ നിൽക്കുകയാണ്. ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് വന്നത് ഇങ്ങനെ നിൽക്കുന്നു. അതായത് ബ്രേക്കിൽ നിന്ന് കാല് അയക്കുന്നില്ല, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇത് ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ ഈ ട്രിക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അതായത് ബ്രേക്കിൽ കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാല് പതിയെ ഒന്ന് അയച്ചു നോക്കുക. അതെ, അയച്ചു നോക്കുമ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ വണ്ടി ഇത് ഹാഫ് ക്ലച്ചിൽ ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത്. മനസ്സിലായോ? വണ്ടി ബാക്കിലേക്കും പോകത്തില്ല, വണ്ടി ഫ്രണ്ടിലേക്കും പോകത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുപോലെ എടുക്കാം. ചെറിയ കയറ്റങ്ങളിലൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ട്രിക്ക് പ്രയോഗിച്ച് നോക്കുക. ഇത് നിങ്ങൾ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ്, കണ്ടോ? എന്നിട്ട് ഞാനിവിടെ യു ടേൺ എടുക്കാൻ പോകണം. യു ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് യു ടേൺ എടുക്കുമ്പോൾ ഞാൻ സ്റ്റിയറിങ്ങിനെ വലത്താക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റിയറിങ്ങിനെ ആദ്യം തിരിച്ച് വലത്താക്കുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, ബാക്ക് സൈഡിലെ മിററിൽ നിന്ന് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇപ്പോൾ പറയുന്ന ഒരു വണ്ടി വരുന്നുണ്ട്, അതുപോലെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കി ഉറപ്പുവരുത്തി വണ്ടി ഇല്ല എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. വണ്ടി ഇവിടെ മൂവ് ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല. മനസ്സിലായി? ഇവിടെ വണ്ടി ഇങ്ങനെ ടേൺ എടുത്ത് ഇങ്ങനെ വന്നോളൂ. വരുന്നതിനനുസരിച്ച് നമ്മൾ മെല്ലെ ബ്രേക്ക് കാല് വന്നുകൊണ്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ തിരിക്കാനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം. വീണ്ടും എന്ത് ചെയ്യുന്നു? ക്ലച്ച് പിടിച്ച് ഞാനിത് ഇറക്കം കൂടിയ റോഡിലാണെങ്കിൽ ബ്രേക്ക് കാല് പിടിച്ച് നമുക്ക് ക്ലച്ച് പിടിച്ച് ഉടനെ തന്നെ സെക്കൻഡ് കൊടുക്കാം. ഇനി തേർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക. ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുണ്ട് ഇതുപോലെ പോരും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നോട്ടം റോഡിലാണ്. ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് റോഡിൽ വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തുടക്കത്തിൽ ഒരു 3 ഗിയർ വരെ ഇട്ട് ഡ്രൈവ് ചെയ്യുക. മനസ്സിലായോ? 3 ഗിയർ വരെ ഇട്ട് ഡ്രൈവ് ചെയ്ത ഒരു 2-3 ദിവസം നിങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ലഭിക്കും. 2-3 ദിവസത്തിന് ശേഷം നിങ്ങൾ പിന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത് 4ാമത്തെ ഗിയറും കൂടി ഇടാൻ ായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. അതിന് വളരെ സിമ്പിളാണ്. ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിടിച്ച് നമുക്ക് 4th ഗിയർ ഇടാം. അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരുന്ന റോഡുകളിലെല്ലാം 4th കൊടുക്കുക. എന്നിട്ട് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം വളവും തിരിവും വരുമ്പോൾ എന്ത് ചെയ്യണം? 4th പോകരുത്. കുറച്ച് നേരത്തെ തന്നെ ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് 3ാമത്തെ ഗിയറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം. അപ്പം 4th 3rd നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല സ്ട്രെയിറ്റ് റോഡിൽ 4th ഗിയർ കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ വളവോ തിരിവോ വന്നു കഴിഞ്ഞാൽ 4th പകരം എന്ത് ചെയ്യണം? തേർഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോഡിൽ വണ്ടി ഓഫ് ആകുമോ എന്നുള്ളൊരു പേടി ഒരുപാട് പേർക്കുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് 1 ഗിയർ കൃത്യമായിട്ട് ഇട്ടില്ലെങ്കിൽ വണ്ടി ഓഫ് ആവും. 2 നമ്മളുടെ ബ്രേക്കിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് ചവിട്ടി പിടിച്ചാൽ വണ്ടി ഓഫ് ആവും. അപ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ബാലൻസ് ചെയ്യുക. ഒരു
കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നേരത്തെ ഇപ്പോൾ തേർഡിൽ നിന്ന് നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അല്ലാതെ കയറ്റം കയറുമ്പോഴല്ല ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ സെക്കൻഡ് ഇട്ട് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് സുഖകരമായിട്ട് പോകാനായിട്ട് കഴിയും. മനസ്സിലായോ? എന്നിട്ട് ഈ ഒരു താളം ഓരോ ഗിയറിൽ ഉണ്ടാകേണ്ട സ്പീഡ് നമ്മൾ ബാലൻസ് ചെയ്ത് പോകുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തേർഡ് ഫോർത്ത് ഗിയർ എന്നൊന്നും പറഞ്ഞ സ്പീഡ് ഗിയർ അല്ല. ഒരു 30 കിലോമീറ്റർ വേഗത ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗിയറിൽ ഒത്തിരി സ്പീഡിലാണ് വാഹനം പോകുന്നത്, എന്ത് പതുക്കെയാണ് വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. ഇതിന് താഴോട്ട് സ്പീഡിനെ എത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ഓവർ സ്പീഡ് കൊടുക്കാനും പാടില്ല. അപ്പം നിങ്ങൾക്ക് സംഭവിക്കുന്നത് വണ്ടിയുടെ വേഗത കൂടും, സ്റ്റിയറിംഗ് കൺട്രോൾ പോകും. അപ്പം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള പേടി കൂടും, വാഹനം എവിടെയെങ്കിലും പോയി ഇടിക്കും എന്നുള്ളൊരു ചിന്തയാണ്. കാരണം കൺട്രോളിൽ വണ്ടി കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പീഡ് ഓവർ സ്പീഡിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വീണ്ടും നല്ല സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കുക, ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മുടെ വാഹനം ശരിക്കും പറഞ്ഞാൽ നിന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത കുറഞ്ഞ് നിൽക്കും. അതുപോലെ തന്നെ ടൈമിങ്ങിൽ ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വാഹനം നിന്നു പോകും. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ കൺട്രോൾ നമുക്ക് ലഭിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സ്പീഡ് കൂടുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റും. അതുകൊണ്ട് തേർഡും ഫോർത്ത് ഗിയറിലൊക്കെ പോകുമ്പോൾ സ്പീഡ് ഗിയർ ആണെന്ന് കണക്കൂട്ടി ഒരുപാട് കാല് കൊടുത്ത് ഓടിക്കാതിരിക്കുക. ഒരു 30-40 കിലോമീറ്റർ വേഗത ബാലൻസ് ചെയ്യുക. എന്നിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് ബ്രേക്കിനെ കൺട്രോൾ ചെയ്യുക. ഓവർ ചവിട്ടി നിർത്തരുത്. ഗിയർ പ്രോപ്പർ ടൈമിംഗ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം വളരെ സുഖകരമായിട്ട് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക.